ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണെന്ന്. നമ്മളിപ്പോൾ കുറച്ചധികം സ്ഥലങ്ങളിലോട്ട് ഒരു കുട്ടി ട്രിപ്പ് പോവുകയാണ്. അതായത് പോകുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ, കിട്ടുവിൻ്റെ അവിടെ അമ്മ, അച്ഛൻ, കുക്കു എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അഞ്ചുമോളുണ്ട്. നമ്മളെല്ലാവരും കൂടെ, അതായത് അമ്മയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൂടിയിട്ട് തെന്മല, പാലരുവി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് ഒരു കുട്ടി ട്രിപ്പ് വന്നേക്കുകയാണ്, ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തെന്മലയിലാണ്. അവിടുത്തെ ആ ഒരു വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ട്രിപ്പാണ്. അമ്മയും അച്ഛനും കുക്കും നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു കുട്ടി ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സമയം രാവിലെ 5:30. ഡാഡൂസും ആദൂസും ഭയങ്കര ഉറക്കമാണ്. അവന്മാർ 2 പേരും റെഡിയാക്കി എടുത്തുകൊണ്ട് നമ്മളിത് ഒരു 6 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരം വെളുത്തതുപോലുമില്ല, പച്ച സാരി എടുത്തുകൊണ്ട് നടന്നു പോകുന്നത് അമ്മയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാരുടെ, ഒരു 13 പേരുള്ള അമ്മയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ അതിൻ്റെ കൂടെ അധികം പറ്റായിട്ട് കയറി പോകുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലിരുന്ന് ആദൂസ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. ഇവിടെ ഭയങ്കര കോടമഞ്ഞാണ്. നമ്മൾ നെടുമ്പങ്ങാടി ഏരിയയിൽ അങ്ങോട്ട് പോകെ ഭയങ്കര കോടയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോഴേക്കും ആ ദിവസത്തെ ഉറക്കണീറ്റു. അവനിങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. ആലസ്യത്തിൽ നമ്മൾ വിട്ട് മാറിയിട്ടില്ല. പാതിരാത്രിയായിട്ട് ഉറക്കമില്ലാത്ത കുറേ പട്ടിക്കുട്ടന്മാർ നമ്മുടെ ഏരിയയിലുണ്ട്. അവന്മാരുടെ ശബ്ദം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. നിങ്ങൾ ഇഗ്നോർ ചെയ്യണം, കാരണം ഞാൻ രാത്രിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പട്ടികൾക്കും ഉറക്കമില്ല, എനിക്കും ഉറക്കമില്ല. അപ്പം നിങ്ങൾ അവരുടെ ശബ്ദം ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ നേരെ തെന്മലയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വന്നു. ഞാൻ ചായ കുടിക്കാറില്ല. അഞ്ചുമോക്കും അമ്മയ്ക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നേരെ ചായക്കടയിലോട്ട് വന്നു. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ എണീറ്റ് ഫുൾ ആയിട്ടുണ്ട്. ഡാഡൂസ് അറിയോ കയ്യിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ യാത്ര തുടങ്ങി. ഡാഡുവിനെ നമ്മൾ കണ്ടുമുട്ടി. കുക്കു ഡാഡുവിനെയും കൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബേക്കിൽ നിന്ന് എല്ലാവരും ഉണ്ട്, നമ്മളുണ്ട്, അഞ്ചുമോളുണ്ട്. എല്ലാവരും നടന്ന് നമ്മൾ ഡാം കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, തെന്മലയുടെ ഭംഗി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മലകൾ, കുന്നുകൾ, ഇളം വെയിൽ, പോകുന്ന യാത്രക്കാർ, ബ്യൂട്ടിഫുൾ. ഡാം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ അടുത്ത് എത്തിയില്ല. വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ട്. നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാം. ഇത് ഡാമിന് മുകളിലേക്കുള്ള വഴിയാണ്. പക്ഷേ ആ ബോർഡ് നിറച്ച ആൾക്കാർ എഴുതി പഠിച്ചിരിക്കണം. അക്ഷരമാലയെ അതിൽ കാണാനുള്ളൂ ഗൈസ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അത് കണ്ട് നമ്മളിത് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഡാമിലോട്ടെത്താം. ഡാമിൻ്റെ സൈഡിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കുറേ കുരങ്ങന്മാരിരിക്കുന്ന കാണാം. അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? കുറേ കുരങ്ങന്മാർ ഇങ്ങനെ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, മങ്കീസിനെ. ഗൈസ്, ഒരു 8 വർഷം മുമ്പ് ഞാനും അഞ്ചുമോളും ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നതാണ്, +2 ഇതുവരെ നമ്മൾ പോയ വഴികളിൽ കൂടെ ഇപ്പം ഞാനും അവളും നമ്മൾ പിള്ളേരെയും കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ വികൃതി. അയ്യോ, നമ്മളങ്ങനെ ഡാമിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ വിശാലമായ ഡാം കാണാം. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ. കണ്ടോ, ഇങ്ങനെ കണ്ട് പോവാം. നല്ല രസമാണേ. ഇവിടെ എൻജോയ് ചെയ്ത് പോവാം, കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പോവാം. ഞാനും അതും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡാഡുവിന് ആരൊക്കെയോ എടുത്തുകൊണ്ട് പോയി. അവന് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവൻ അവരുടെയൊക്കെ കയ്യിലായിരുന്നു. അപ്പോൾ എനിക്ക് ആദൂനെ എടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാനും ആദും കൂടെയാണ് ഫുള്ളിങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നത്. അപ്പോൾ ഡാഡുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഞാൻ പിന്നെ വൈബ് വന്ന് അപ്പം മുടി കഴിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് ആസ്വദനമാണ് ഗൈസ്. നല്ല അടിപൊളി കാറ്റാണ് ഗൈസ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാറ്റ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമാണ്. മന്ദമാരുതനിങ്ങനെ നമ്മൾ ചഴുകി തലോടിയൊക്കെ പോവും. ആ തലോടലേറ്റ് നമുക്കിങ്ങനെ മയങ്ങിയിരിക്കാം. നല്ല രസമുണ്ട്, സൂപ്പർ കാറ്റാണ്. ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് ചില്ല് ചെയ്ത് പോകാം. ഡാമൊക്കെ കണ്ടിങ്ങനെ പോയപ്പോഴാണ് ഗൈസ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഒരു ആക്സിഡൻറ്റ് പറ്റിയ കുരങ്ങൻ. ആക്സിഡൻറ്റ് പറ്റിയ കുരങ്ങൻ. അപ്പോ
അയ്യോ പാവം. എന്ത് പറ്റിയടാ കൂട്ടാ? ഇവന്മാർ വിഷയക്കാരന്മാരാണ് കേട്ടോ. തമ്മിൽ അടികൂടി കണ്ണും മൂക്കും ഒന്നുമില്ല. കണ്ടപ്പം ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മങ്കീസിനെ കാണുന്നത്. ഫുൾ ആക്സിഡൻ്റ് ആയിരുന്നു ഗായ്സ്. ഇത് മാത്രമാണ് ആക്സിഡൻറ്റ് പറ്റാത്തത്. എന്നാ സുട്ടിടുവേ. ഹലോ ഒരു ഹായ് പറയൂ ഗൈസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും സാധനങ്ങളും ഒക്കെ കുരങ്ങന്മാരെ എടുത്തുകൊണ്ട് പോകേണ്ട സാധ്യത കൂടുതലാണ്. അതാണ് അമ്മ എൻ്റെ അടുത്ത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്. ഭാഗ്യത്തിന് ആരും ഒന്നും എടുത്തുകൊണ്ട് പോയില്ല. നമ്മൾ ഡാം കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ്. വന്ന വഴി തന്നെയാണ് തിരിച്ചു പോവേണ്ടത്. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ സ്കൂൾ പിള്ളേരാണെന്ന് തോന്നുന്നു അതുവഴിയൊക്കെ നടന്നു പോകുന്നുണ്ട് ക്യൂ ആയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിലോട്ട് കയറി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയല്ലേ, പാടാനുള്ള അവസരമുണ്ട്, ആടാനുള്ള അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ആദ്യം അച്ഛൻ ഒരു പാട്ട് പാടുന്നതാണ്. അച്ഛൻ ഒരു പാട്ട് പാട്. മലയാളി കണ്ടു ഞാൻ പൂവിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീരാവിൽ. അച്ഛൻ അമ്മയെ മനസ്സിലോർത്ത് പാടിയ പാട്ടായിരിക്കണം അല്ലേ അത്. ഇനി ഫുൾ അങ്ങോട്ട് ഗാനമേളയും പാട്ടും ബഹളമായിരുന്നു ഗൈസ്. ഞാൻ ഓരോന്നിട്ട് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അങ്ങനെ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞു. വിശക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനും പുറത്തിറങ്ങി പോയിട്ട് പഴംപൊരി വെള്ളമൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നേ. ഇവിടുത്തെ അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കൂടെ എവിടെ പോയാലും അവരെന്നെ ഭയങ്കരമായി ടേക്ക് കെയർ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ കുക്കൂനെയും കിട്ടൂനെയൊന്നും അവരിങ്ങനെ ടേക്ക് കെയർ ചെയ്യാറില്ല ഗൈസ്. എനിക്ക് മാത്രമാണ് അവരിങ്ങനെയൊക്കെ ചെയ്ത് തരുന്നത്. അപ്പോൾ എനിക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും പുറത്ത് പോയി എനിക്ക് പഴംപൊരിയൊക്കെ വാങ്ങി തന്നു.
അതിനുശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. എവിടെയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാവേ. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾ ചോറൊക്കെ പാഴ്സൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല അടിപൊളി പൊതിച്ചോറ്. വിശന്ന് തളർന്ന് വെയിലടിച്ച് കിറങ്ങിയാണ് ഗൈസ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ എനിക്ക് ചോറ് തന്നു, പൊതിച്ചോറ്. ഓരോരുത്തർക്കും ഓരോ പൊതിയായിട്ട് അമ്മയൊക്കെ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മളിതാ ഇറങ്ങി. നമ്മൾ എവിടെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ മൺട്രോ ഐലൻഡ് അഥവാ മൺട്രോ തുരുത്ത് നമ്മുടെ കൊല്ലത്താണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സാമ്പ്രാണിക്കോടി ഐലൻഡും വരുന്നത്. നമ്മൾ അവിടെ പോയില്ല, ഇവിടെയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വള്ളത്തിലും ബോട്ടിലുമുള്ള യാത്രയാണ്. നമ്മൾ വള്ളമാണ് സെലക്ട് ചെയ്തത്, കാരണം അതാണ് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റ് തരുന്നതെന്ന് തോന്നി. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. അമ്മയും അഞ്ചുമോളും നന്ദൂട്ടനും ഡാഡും അല്ല ആദും കൂടെ ഫ്രണ്ടിലിരിപ്പുണ്ട്. നമ്മൾ ബാക്കിലാണ് ഇരുന്നത്. മൊട്ട ഡാഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതും ഡാഡുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഡാഡുവിൻ്റെ മാത്രമല്ല ആദുവിൻ്റെയും. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറേ ബ്രിഡ്ജിൻ്റെ അടിയിൽ വരുമ്പോൾ ഇങ്ങനെ കുനിയണം, അല്ലെങ്കിൽ തല തട്ടും. കുനിഞ്ഞ് അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിവർന്ന് വരണം. അതാണ്. നിങ്ങൾ അമ്മയുടെ ഇരിപ്പ് കണ്ടു. ധൈര്യം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അമ്മ പേടിച്ചാണ് ഇങ്ങനെ മിണ്ടാതെ ശ്വാസം വിടാതെ അവിടെ ഇരിക്കുന്നത്. പിൻബലത്തിന് പിൻബലത്തിന് തലമുടി ബാക്കി കെട്ടി വെച്ചിരിക്കണമെന്ന്. 2 മണിക്കൂറാണ് ഈ വള്ളത്തിലുള്ള യാത്ര വരുന്നത്. പെർ ഹെഡ് 500 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അച്ഛനൊക്കെ വേറെ വെള്ളത്തിലാണ്. നമ്മൾ 2 ബാച്ചായിട്ടാണ് പോകുന്നത്. 2 വള്ളത്തിലായിട്ടാണ് പോകുന്നത്. സത്യത്തിൽ ഇവിടെ വരാൻ നമുക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പാലരുവി, തെന്മല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് പ്ലാനിലുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണ് ഇങ്ങോട്ട് വരാം എന്നൊരു തീരുമാനമെടുത്ത് ഇങ്ങോട്ട് വന്നത്. അത് ഒട്ടും നഷ്ടമായില്ല, കാരണം ഇവിടുത്തെ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു. ഇത് തന്നെയാണ് ആകെ വന്ന സ്പോട്ട്. തെന്മല, നമ്മുടെ ഈ ഐലൻഡ്, മൺട്രോ തുരുത്ത്, പിന്നെ വർക്കല, ഈ 3 സ്ഥലത്താണ് നമ്മൾ പോയത്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാഴ്ചകൾ കണ്ട് വള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഡാഡൂസ് ലാസ്റ്റ് അവിടെ ഇരുത്തിക്കോ, നല്ല വൃത്തിയുണ്ടെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ ഇരുത്തിയത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മാത്രമാണ് പോകുന്നത്, ഇത് തന്നെയാണ് കാഴ്ചകളെന്ന്. പക്ഷെ നല്ല കിടിലൻ കാഴ്ചകൾ വഴിയെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ അറിഞ്ഞില്ല. സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവരെയൊക്കെ കണ്ടേ. ആദുവൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വള്ളത്തിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആദുവിൻ്റെയും ഡാഡുവിൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അതുകൊണ്ട് നമുക്കിതൊരു ഭയങ്കര മെമ്മറിയാണ് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ അവർ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാം, കണ്ടോടാ നിങ്ങൾ ഫസ്റ്റ് ടൈം വള്ളത്തിൽ പോയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ ചെന്നെത്താൻ പോകുന്നത് അഷ്ടമുടി കായലിലോട്ടാണ്. ആ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷവും. നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് കണ്ടിട്ട് വരൂ. അടിപൊളി. അഞ്ചുരാജൻ ആദു സീന്. ഓ അഷ്ടമുടിക്കായല്. നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നത് കായലിൻ്റെ നടുക്കോട്ടാണ്. നമുക്കെല്ലാവർക്കും സന്തോഷമായെങ്കിൽ അമ്മയുടെ ഉള്ള കിളിയും കൂടെ പോയി. അമ്മ ഭയന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അച്ഛനാണ് അവിടെ ഇരുന്ന് അഷ്ടമുടി കായലിലെ ആ പാട്ടൊക്കെ പാടിയത്. കെട്ട വയവാണ് ഗൈസ് അച്ഛൻ. കുറേ ദൂരം ഇങ്ങനെ കായലിൻ്റെ ഭംഗി കണ്ട് നമ്മൾ പോയി. നല്ല ഉച്ച സമയത്താണ് പോയത്, എന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ആക്കിയില്ല. അത്രയ്ക്ക് രസമായിരുന്നു. ഇവിടെ നമുക്ക് കുറേ സമയം ഇറങ്ങി നിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ വന്നവരെല്ലാവരും ഇവിടെ ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്.
റെഡിയായി. സൂപ്പർ അടി. ഇനി അവിടെ കുളിക്കാൻ തോന്നുന്നു. ഹായ് പറയൂ. ഹായ് ഹായ് ഡാഡു. മമത. അങ്ങനെ എല്ലാവരും വെള്ളത്തിലിറങ്ങി. അപ്പോഴേക്കാണ് ഒരു ഫോറിനർ വന്ന് നമ്മുടെ ചിഞ്ചുവിനെ പരിചയപ്പെട്ടത്. ഹെയ്ത്ത് എന്നാണ് അവരുടെ പേര്. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവരും വെള്ളത്തിലിറങ്ങി ഭയങ്കര കളിയായിരുന്നു. ഡാഡൂസിനൊക്കെ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഡാഡുവൊക്കെ വെള്ളത്തിൽ നിന്ന് കയറാനേ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ നിന്ന് ഇറക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് കയറ്റുമ്പോൾ അവർ കരച്ചിലായിരുന്നു. തിരിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്കും അങ്ങനെയാണ്. എനിക്ക് അവിടെ നിന്നിട്ട് മതിയായില്ല ഗൈസ്, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്താലോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ വേണ്ടെന്ന തീരുമാനത്തിലെത്തി. നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ നിന്ന് വള്ളത്തിലോട്ട് തിരിച്ചു കയറ്റിയപ്പോൾ ആദൂൻ്റെ വിഷമമാണ്. അവ ഇറങ്ങാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 1 ഡേ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാണിത്. വന്നിട്ടുള്ളവർക്ക് എനിക്കൊന്ന് മനസ്സിലാവുമായിരിക്കും. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതായത് നമ്മളിങ്ങനെ കായലിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ പോകുന്നു. പിന്നെ ദൂതെ ഇങ്ങനെ കയറിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ചിരിച്ച് മരിക്കുകയായിരുന്നു ഗൈസ്. കാരണം എനിക്കിത് കണ്ടപ്പോൾ അമര സിനിമയിലെ മമ്മൂട്ടിയാണ് ഓർമ്മ പോകുന്നത്. ഞാൻ അവനെ മുത്തേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. അവൻ കുറേ നേരം ഈ പരിപാടിയിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ ഈ ഒരു യാത്ര എൻജോയ് ചെയ്തത് ആദുവും ഡാഡുവും ആയിരുന്നേ. ഹായ് പറ അമ്മ. ഹായ് പറ. എന്തോ ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചതാണ്. പക്ഷേ അവർ രണ്ടുപേരും വന്നില്ല. കാലുവയ്യ കൈവയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നില്ല. വന്നിരുന്നുവെങ്കിൽ അവർക്കും കൂടെ നമ്മളവിടെ ചില്ല് ചെയ്യായിരുന്നു. നല്ല രസമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടുമെന്ന് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പേരായിട്ട് വന്നതേ. സത്യത്തിൽ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്. അമ്മയ്ക്കും അച്ഛനൊക്കെ പരിചയമുള്ളവരാണ്, കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു. പേരൊക്കെ കേട്ടറിയായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും നേരിട്ട് കാണുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് പോയ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ പിന്നെ വെള്ളത്തിൽ നിന്ന് കൈയിട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തട്ടി കളിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല രസമാണ്. മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അത് നമ്മൾ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വെയിലിനെ കുറിച്ചൊന്നും ബോധേടാവത്തില്ല. കാരണം നമുക്കിങ്ങനെ എൻജോയ് ചെയ്താൽ മാത്രം മതിയെന്ന് തോന്നും. അങ്ങനെ നമ്മുടെ വള്ളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വള്ളത്തിലുണ്ടായിരുന്ന ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നല്ല രസമായിട്ടാണ് പുള്ളി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. അതും സൂപ്പറായിരുന്നു. നമ്മുടെ വള്ളം പിന്നെ പോയത് ആ കാണുന്ന മരങ്ങളുടെയൊക്കെ ഇടയിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് അതിൻ്റെ മേളിലൊക്കെ കയറാൻ പറ്റുമെന്ന്. അത് കേൾക്കേണ്ട താമസം മരത്തിൽ കയറാൻ വേണ്ടി ഞാൻ വേഗം പോയി. എനിക്ക് മരത്തിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് എന്തായാലും കയറി നോക്കാമെന്ന് വെച്ച് ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഇതൊന്നുമില്ല, ചെറുതാണ്, ചെറിയ ഹൈറ്റല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്തായാലും കയറാമെന്നും പറഞ്ഞ് ആ മരത്തിൻ്റെയൊക്കെ മുകളിലോട്ട് കയറാൻ പോകണം. അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ സമയം അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. വേറെ ആരും കയറിയില്ല. എല്ലാവരും താഴെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. എനിക്ക് എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ കാണുമ്പം വിശാലമായ കായൽ നമുക്ക് കാണാൻ പറ്റും. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എത്ര നേരമാണോ നിൽക്കേണ്ടത് അത്രയും നേരം അവർ നമുക്കിവിടെ നിർത്തിത്തരും. അതനുസരിച്ച് ആ 2 മണിക്കൂറിൽ നിന്ന് കുറയുന്നേ ഉള്ളൂ. മൊത്തം 2 മണിക്കൂറാണ് ഒരു യാത്ര വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഡാഡുവും അതും കൂടെ വള്ളത്തിലിരുന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് അവർക്ക് തന്നെ ഒരു ധാരണയില്ല. അവർ ഫുൾ കിസ്സിങ് ആയിരുന്നു ഗൈസ്, കിസ്സിങ്. ലാസ്റ്റ് നമ്മൾ വള്ളത്തിൽ കയറി ഇരുന്നു. അതും വേറൊരു രസമായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഈ ബ്രിഡ്ജ് എത്തുമ്പോൾ, അതായത് നമ്മൾ തിരിച്ച് പോകുന്ന ബ്രിഡ്ജ് എത്തുമ്പോൾ നമ്മൾ ഇറങ്ങി തറയിലിരിക്കണം, വള്ളത്തിൽ താഴെ ഇരിക്കണം. അപ്പോഴേ നമ്മുടെ തല ഇടിക്കാതിരിക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ കുനിയെ മാത്രമല്ലേ ചെയ്തുള്ളൂ. പക്ഷേ ഇതിൽ തിരിച്ച് വരുന്ന വഴിയിലാണെങ്കിൽ നമ്മളിങ്ങനെ തറയിലിരുന്നാലേ നമ്മുടെ തല തട്ടാതിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കും ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ്. ഇതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമല്ലേ, ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല രസമാണ്. ഒരു ആലപ്പുഴ പോലെയൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ കാറ്റടിച്ചും കൈറ്റടിച്ചും ഒക്കെ കുറേ സമയം അവിടെ തന്നെ ഇരുന്നു.
പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കൂടെ വന്ന കുക്കു വള്ളത്തിൽ യാത്ര ചെയ്യാൻ വന്നില്ല. കുക്കുവിന് വരാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കുക്കു നമ്മൾ വന്ന് ഫുഡ് കഴിച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കുമായിരുന്നു ഒറ്റയ്ക്ക്. നമ്മളെല്ലാവരും കൂടെയാണ് പിന്നെ വന്നത്. പിന്നെ ഡാഡും അതും കൂടെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കുള്ള വെള്ളമൊക്കെ നമ്മളെടുത്തു. ഈ ബോട്ടിലെടുത്ത് എറിയാൻ വേണ്ടി ഒരു മാക്സിമം നോക്കി, നടന്നില്ല. അങ്ങനെ ഫൈനലി 2 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ച് കരയിലോട്ടെത്തി. വീണ്ടും നമ്മുടെ വണ്ടിയിലോട്ട് കയറുവാണേ പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വർക്കലയിലോട്ടാണ്, ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല. ഭയങ്കര രാത്രിയായിരുന്നു. പിന്നെ ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. സത്യത്തിൽ വർക്കല പോകേണ്ട ആവശ്യമില്ലായിരുന്നു. വെറുതെ പോയിട്ട് തിരിച്ചു വന്നു. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് നമ്മുടെ മൺട്രോ തുരുത്തിലാണ്. അങ്ങനെ ചുമ്മാ വർക്കല കൂടെ നമ്മളിങ്ങനെ നടക്കുവാണേ. ഗൈസ്, നമ്മളങ്ങനെ വർക്കല ക്ലിഫിലോട്ട് പോവാണ്. നമ്മുടെ യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. നമുക്ക് ക്ലിഫ് വഴി നടന്ന് കാഴ്ച ചെയ്യാനായിട്ട് പോവാം. ഇത് അമ്പലവും പൂജയുടെ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ആ കുഞ്ഞിനെ കണ്ടത്. ഞാൻ അവനെ കണ്ടിട്ട് ഫസ്റ്റ് നോട്ട് ചെയ്തത് അവൻ്റെ ഹെയറാണ്. ഭയങ്കര കേളി ആയിട്ടുള്ള സൂപ്പർ ഹെയറാണ്. എനിക്ക് ഡാഡുവിൻ്റെ ഫസ്റ്റത്തെ ഹെയർ ഓർമ്മ വന്നു. പോകാൻ നേരത്ത് വീണ്ടും അവൻ നമ്മളെ വിളിച്ചിട്ട് ഹായൊക്കെ പറഞ്ഞു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ആയിരുന്നു. അങ്ങനെ ഭാവിക്ക് ബൈ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. പോയ വഴിക്ക് ഗൈസ്, എവിടെ പോയാലും ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ പരിപാടികൾ പണി കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ചെരുപ്പ് പൊട്ടി വഴിയിൽ വെച്ച്. അതുകൊണ്ട് എനിക്ക് ഡാഡുവിനൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കുക്കും അമ്മയും അച്ഛനും കൂടെ ഡാഡുവിനെ എടുത്തുകൊണ്ട് നടന്നു. 5 മോൾ ആദൂനെയും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നേ. എന്തൊക്കെ പറയാനും നമ്മൾ ഈ കടൽ തീരത്ത് കൂടി അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഈ നൈറ്റ് പോകുമ്പം വേറെ തന്നെ ഒരു ഫീലാണ്. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ സ്വന്തം ജെറിയെ കണ്ടുമുട്ടി. അവൻ ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവനെ വിളിച്ച് വരുത്തി. അവൻ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ട് അവൻ്റെ പാട്ടിന് പോയി. നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിലോട്ട് കയറി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഒരു കുട്ടി ട്രിപ്പ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരെ കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.